ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ആൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്ലോ ഇൻ ദ വിൻഡ് എന്ന് പറഞ്ഞ പാഠഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതിന്റെ തീം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഇറ്റ്സ് എ പ്രൊട്ടസ്റ്റ് സോങ് വിച്ച് പോസസ് സം സീരീസ് ഓഫ് റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് അബൌട്ട് പീസ്, വാർ ആൻഡ് ഫ്രീഡം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ പഠിക്കാനായിട്ട് പോവാണ്. ഓക്കെ, ഇതിൽ ഒരു റിഫ്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിവൈസ്, ഒരു പോയറ്റിക് ഡിവൈസ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് റിഫ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, വരികൾ എന്ത് ചെയ്യുക, ആവർത്തിച്ച് എന്ത് ചെയ്യുക, വരിക. ഈ ആവർത്തിച്ച് വരുന്നതിന് നമ്മൾ എന്താ പറയുക? റിഫ്രെയിൻ എന്നാണ് പറയുക. ഇതിലെന്താണ് ആവർത്തിച്ച് വന്നിട്ടുള്ളത്? ഓക്കെ, ദ ആൻസർ ഈസ് ഇൻ ബ്ലോ ഇൻ ദ വിൻഡ്. ആൻസർ ഈസ് ഇൻ ബ്ലോ ഇൻ ദ വിൻഡ് എന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഏകദേശം 9ഓളം ക്വസ്റ്റ്യൻസ് ആര് ചോദിക്കുന്നുണ്ട്? റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ആര് ചോദിക്കുന്നുണ്ട്? നമ്മളെ സിംഗർ ആയിട്ടുള്ള ബോബ് ഡിലാൻ ചോദിക്കുന്നുണ്ട്. അതിനൊന്നും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആൻസർ ഇല്ല. ആൻസറൊക്കെ എന്തിലാണുള്ളതെന്ന് പറഞ്ഞിട്ടുള്ളത്? ബ്ലോ ഇൻ ദ വിൻഡ്. ബ്ലോ ഇൻ ദ വിൻഡിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് അസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഒരു മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അല്ലേ? മാൻ എന്താണ്? സിമ്പിൾ ഓഫ് ഫ്രീഡം ആയിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. വെൻ ഡു യു കാൾ എ മാൻ എ മാൻ? നമ്മൾ എപ്പോഴാണ് ഒരു മനുഷ്യനെ മനുഷ്യാന്ന് വിളിക്കുന്നത്? വെൻ എ മാൻ ഹാസ് വാക്ക്ഡ് ഡൗൺ മെനി റോഡ്സ്, this means that man can be called a man only after he has learned his lessons from the various experiences in his life. ഒരു മനുഷ്യന് മനുഷ്യാന്ന് വിളിക്കുന്നതിന് മുമ്പ് ആ മനുഷ്യൻ ഏതൊക്കെ പാതയിലൂടെ സഞ്ചരിക്കേണ്ടി വരുമെന്നായിരുന്നു പോയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരുന്നു? വെൻ എ മാൻ ഹാസ് വാക്ക്ഡ് ഡൗൺ മെനി റോഡ്സ്. ഓക്കെ, ഒരു മനുഷ്യൻ നിരവധി റോഡുകളിലൂടെ നടന്നിട്ടുണ്ടാവില്ല, ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? ദിസ് മീൻസ് ദാറ്റ് എ മാൻ ക്യാൻ ബി കാൾഡ് എ മാൻ. എങ്ങനെയെങ്കിൽ മാത്രമേ ഒരു മനുഷ്യനെ നമുക്ക് മനുഷ്യ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഓൺലി ആഫ്റ്റർ ഹി ഹാസ് ലേൺ ഹിസ് ലെസൺസ് ഫ്രം ദ വേരിയസ് എക്സ്പീരിയൻസസ് ഇൻ ഹിസ് ലൈഫ്. അങ്ങനെ വ്യത്യസ്ത പാതയിലൂടെ നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു മനുഷ്യന് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് പല പാഠങ്ങളും പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ആ മനുഷ്യനെ മനുഷ്യ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഡൗ എന്തിനാണ് മക്കളെ സിമ്പിൾ ചെയ്യുന്നത്? ഓക്കെ, സമാധാനത്തെയാണ് സിമ്പിൾ ചെയ്യുന്നത് കേട്ടോ. ഡൗ എന്തിനാണ് സിമ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമാധാനത്തെയാണ്. ഇനി നമുക്കൊന്ന് നോക്കാം. ഹൗ മെനി സീസ് must a white dove sail before she sleeps in the sand? What do these lines imply? ഈ ലൈൻസ് എന്താണ് മനസ്സിലാക്കുന്നത്? നമുക്ക് എന്താണ് കാണിച്ചു തരുന്നത്? How far a dove should fly before peace is established in the world? ഓക്കെ, എസ്റ്റാബ്ലിഷ്ഡ് സ്ഥാപിക്കുക അല്ലേ? അതായത് നമ്മുടെ ചുറ്റും സമാധാനം സ്ഥാപിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്, സമാധാനം നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞിട്ടുള്ളത്, ലോകത്ത് പീസ് സ്ഥാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലോങ് ടേം പ്രോസസ്സാണ്. അപ്പോൾ എത്ര ദൂരം ഒരു പ്രാവിന് പറക്കേണ്ടി വരും ലോകത്ത് സമാധാനം സ്ഥാപിക്കാനായിട്ട്? എത്ര ദൂരം ലോകത്ത് ഒരു പ്രാവിന് പറക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു വെൻ ഡു യു കാൾ എ മാൻ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഹൗ മെനി സീസ് മസ്റ്റ് എ വൈറ്റ് ഡവ് സെയിൽ ബിഫോർ ഷീ സ്ലീപ്സ് ഇൻ ദ സാൻഡ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. പിക്ക് ഔട്ട് എ ഫ്രേസ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് വാർ. യുദ്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്യം എടുത്ത് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കാനൻ ബാൾസ് ഫ്ലൈ അല്ലേ? കാനൻ ബാൾസ് ഫ്ലൈ ആണ് ഇവിടെ യുദ്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു ഫ്രേസ്. ഓക്കെ, അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വേർ ക്യാൻ വൺ ഫൈൻഡ് ആൻസർ ടു ദി ക്വസ്റ്റ്യൻസ്? ഓക്കെ, ഇപ്പം ഇതിൽ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എവിടെ നിന്ന് തേടാമെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ദ ആൻസർ ആർ ബ്ലോ ഇൻ ദ വിൻഡ്, വിച്ച് മീൻസ് ദ ആൻസർ ഈസ് നോൺ ടു ആൾ ആൻഡ് ഇറ്റ് ഈസ് എവരിവെയർ. ദാറ്റ് മീൻസ് ആൻസർ ഈസ് അറൗണ്ട് അസ്. ഉത്തരം എന്തുണ്ട്? നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ തന്നെ സ്വയം എന്ത് ചെയ്യണം? അത് കണ്ടെത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. വൈ ഡസ് ദ പോയറ്റ് ആസ്ക് ഹൗ മെനി ടൈംസ് എ മാൻ ലുക്ക് അപ്പ് ബിഫോർ ഹി ക്യാൻ സീ ദ സ്കൈ? ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. അതായത് ആകാശം കാണാൻ വേണ്ടിയിട്ട് മനുഷ്യൻ എത്ര തവണ മുകളിലോട്ട് നോക്കണമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളിന്നിപ്പോൾ സമകാലിക വിഷയമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇത് പറയുകയാണെങ്കിൽ ഇന്ന് മനുഷ്യർ പല കാര്യങ്ങളും കാണുന്നു, പക്ഷെ ഒന്നും കണ്ടില്ല എന്ന് എന്ത് ചെയ്യുന്നു? നടിക്കുന്നു. അന്നും അതുപോലെ തന്നെയായിരുന്നു. ബ്ലാക്സിൻ്റെ പല ദുരിതങ്ങൾ ആരും കണ്ടില്ല എന്ന് നടിക്കുകയായിരുന്നു, അതോറിറ്റീസ് അടക്കം അല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ വരിക മക്കളെ? മാൻ ഡസ് നോട്ട് സീ വാട്ട് ഹീ ലുക്സ് അറ്റ്, ഹീ ഈസ് ബ്ലൈൻഡ് വിത്ത് ഐസ് ഓപ്പൺ. അതായത് മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? മാൻ ഡസ് നോട്ട് സീ വാട്ട് ഹീ ലുക്സ് അറ്റ്. മനുഷ്യൻ എന്താ നോക്കുന്നത്? അതെന്ത് ചെയ്താലും മനുഷ്യൻ കാണുന്നില്ല. ഹീ ഈസ് ബ്ലൈൻഡ്
വിത്ത് ഐസ് ഓപ്പൺ. കണ്ണുകൾ തുറന്നു നിന്നിട്ടും മനുഷ്യർ എന്തായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്? അന്ധന്മാരെ പോലെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ദ പോയറ്റ് എ മാൻ മസ്റ്റ് ഹാവ് മെനി ഇയേഴ്സ് ടു ഹിയർ ദ ക്രൈ ഓഫ് ദ പീപ്പിൾ. വാട്ട് മെയ്ഡ് ദ പോയറ്റ് കമന്റ് സോ? ഓക്കെ, ഇവിടെ പോയറ്റ് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഓക്കെ, എ മാൻ മസ്റ്റ് ഹാവ് മെനി ഇയേഴ്സ് ടു ഹിയർ ദ ക്രൈ ഓഫ് ദ പീപ്പിൾ. ആളുകൾ, ജനങ്ങളുടെ കരച്ചിൽ കേൾക്കാനായിട്ട് എന്ത് വേണം? നമ്മുടെ മനുഷ്യന് ധാരാളം ചെവികൾ ആവശ്യമുണ്ട്. ഒരു ചെവി കൊണ്ടൊന്നും പോരാ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ പറയാൻ കാരണം? അതായത് അമേരിക്കയിൽ ഇത്രത്തോളം പ്രശ്നങ്ങളും മറ്റുമൊക്കെ നടന്നിട്ട് അവിടുത്തെ അതോറിറ്റീസ് എന്തെങ്കിലും ഇവർക്കായിട്ട് ചെയ്യുന്നുണ്ടോ? അല്ലേ? ഈ മാറ്റി നിർത്തപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇവർ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ, അല്ലേ? അപ്പോൾ ഒരേ സമയം റൂളേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റെന്തിനെ കുറിച്ച് പറയുന്നുണ്ട്? ഓക്കെ, അവിടുത്തെ സാധാരണ ജനങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പം നമ്മളൊക്കെ അതേപോലെ തന്നെയാണ്. നമ്മുടെ ചുറ്റുപാടും പല സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കേട്ടില്ല എന്ന് നടിക്കും, ചിലപ്പോൾ കണ്ടില്ല എന്ന് നടിക്കും. നമ്മൾ അതിനൊന്നും എന്ത് ചെയ്യില്ല, പ്രതികരിക്കില്ല. അതേപോലെ തന്നെയായിരുന്നു അവിടുത്തെ അന്നത്തെ ജനങ്ങളും. ഓക്കെ, അപ്പോൾ ചോദ്യം എന്താണ്? അക്കോർഡിംഗ് ടു ദ പോയറ്റ് മാൻ മസ്റ്റ് ഹാവ് ഇയേഴ്സ് ടു ഹിയർ ദ ക്രൈ ഓഫ് ദ പീപ്പിൾ. വാട്ട് മെയ്ഡ് ദ പോയറ്റ് കമന്റ് സോ? ഇതെന്താണ് പോയറ്റ് ഇങ്ങനെ പറയാൻ കാരണം? ദ പോയറ്റ് കമന്റഡ് സോ ബിക്കോസ് മാൻ ഹാസ് എ ടെൻഡൻസി. മനുഷ്യൻ്റെ ഒരു ടെൻഡൻസി എന്താണ്? ഒരു ശീലം എന്താണ്? ഒരു കഴിവ് എന്താണ്? ടു അവോയ്ഡ് ദ പുവർ ആൻഡ് ദ സഫറിങ് പീപ്പിൾ. ഇത് ആളുകളുടെ രീതിയാണ്, ടെൻഡൻസിയാണ്. അവോയ്ഡ് ദ പുവർ, പാവപ്പെട്ടവർ എന്ത് ചെയ്യുന്നു? മാറ്റി നിർത്തുന്നു. ആൻഡ് ദ സഫറിങ് പീപ്പിൾ, പല വേദനകൾ അനുഭവിക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റി നിർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മാറ്റി നിർത്തപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണ്? ഇവിടുത്തെ ബ്ലാക്സ് ആണ്, അല്ലേ? മാറ്റി നിർത്തുന്ന ആരൊക്കെയാണ്? നമ്മളെ പോലത്തുള്ള ആളുകളാണ്, അല്ലെങ്കിൽ അവിടുത്തെ വൈറ്റ്സ് ആണ് ചെയ്യുന്നത്. വൈറ്റ്സ് തന്നെയാണ് അവിടുത്തെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂളേഴ്സ്, അതോറിറ്റീസ് ഒക്കെ ആര് തന്നെയാണ്? വൈറ്റ്സ് തന്നെയാണ്. ഓക്കെ, 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ലൈൻ റെഫേഴ്സ് ടു ദ ഡിനയൽ ഓഫ് സിവിൽ റൈറ്റ്സ്? ഡിനയൽ, തിരസ്കരിക്കുക, റിജക്റ്റ് ചെയ്യുക, ഒഴിവാക്കുക, അല്ലേ? അതായത് സിവിൽ റൈറ്റ്സിനെ, പൗരാവകാശങ്ങളെ ലംഘിക്കുന്ന ലൈൻ ഏതാണ്? അല്ലെങ്കിൽ അത് ഒഴിവാക്കപ്പെടുന്ന, റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്ന ലൈൻ ഏതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? പൗരാവകാശം ലംഘിക്കപ്പെടുന്ന ലൈൻസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലൈൻസ് നോക്കുക. യെസ്, ഹൗ മെനി ഇയേഴ്സ് മസ്റ്റ് വൺ മാൻ ഹാവ് ബിഫോർ ഹീ ക്യാൻ ഹിയർ പീപ്പിൾ ക്രൈ എന്ന ലൈനുകളാണ് കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കുക. വാട്ട് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പീപ്പിൾ ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദ റിഫ്രൈൻ? ദ ആൻസർ ഈസ് ബ്ലോ ഇൻ ദ വിൻഡ്. ദ ആൻസർ ഈസ് ബ്ലോ ഇൻ ദ വിൻഡ്. ഇതിൽ ആളുകളുടെ എന്ത് ആറ്റിറ്റ്യൂഡാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ദ ഇൻഡിഫറൻറ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദ റിഫ്രൈൻ. ഓക്കെ, അതായത് ഇൻഡിഫറൻറ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പീപ്പിൾ, അതായത് ആളുകളുടെ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ ലൈനിലൂടെ കാണാൻ സാധിക്കുന്നത്. കാരണം എന്താണ്? ആൻസർ, പല ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുന്നത് ഇതിൻ്റെയൊക്കെ ആൻസർ എന്തുണ്ട്? നമ്മളെ ചുറ്റുവട്ടത്തുണ്ട്, പക്ഷെ നമ്മളത് എന്ത് ചെയ്യുന്നില്ല? കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യുന്നില്ല? ശ്രമിക്കുന്നില്ല. കാരണം എന്താണ്? ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്, ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ഫൈൻഡിങ് ദോസ് ആൻസേഴ്സ് വി ആർ ക്രിയേറ്റിംഗ് അഗെയിൻ ആൻഡ് അഗെയിൻ ക്വസ്റ്റ്യൻസ്. നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്? ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് ദ റെഫറൻസ് ടു മൗണ്ടെയിൻ റെപ്രസെൻറ്റ്? ഇവിടെ മൗണ്ടെയിൻ എന്തിനാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? റെപ്രസെൻറ്റ്സ് ദ എക്സിസ്റ്റൻസ് ഓഫ് മൈറ്റി പവേഴ്സ് ഓഫ് ഓപ്രഷൻ. ഓക്കെ, ഒന്നില്ലെങ്കിൽ ജനങ്ങളുടെ ഈഗോയെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മൈറ്റി പവേഴ്സ് ഓഫ് ഓപ്രഷൻ, അല്ലേ? അടിച്ചമർത്തുന്നതിൻ്റെ പവേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഇവിടെ മൗണ്ടെയിൻ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി നമ്മുടെ ഈ സോങ്ങിൽ പറയുന്ന കാര്യങ്ങൾ എന്തെന്ന് നോക്കാം. ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇറ്റ്സ് എന്താണ്? പ്രൊട്ടസ്റ്റ് സോങ് വിച്ച് പോസസ് സം റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് അബൌട്ട് പീസ്, വാർ ആൻഡ് ഫ്രീഡം എന്നൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ എഴുതി വെക്കുക ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ. എന്നിട്ട് നമ്മളൊരു അപ്രീസിയേഷൻ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ രീതിയിൽ എന്ത് ചെയ്യുക? നമ്മൾ പറയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു ചെറിയൊരു സമ്മറി സാറ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്ത് തരാം, പറഞ്ഞു തരാം. അതൊന്ന് നോക്കുക. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പോം എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? എഴുതുക. ആ രീതിയിൽ എന്ത് ചെയ്യുക? അതാണ് എഴുതാനായിട്ട് എന്ത് ചെയ്യുക? ശ്രമിക്കുക കേട്ടോ. ഓക്കെ, നമുക്കത് നോക്കാം. തുടങ്ങാം കേട്ടോ. ബോബ് ഡിലാൻസ് ബ്ലോ ഇൻ ദ വിൻഡ് ഇസ് എ പ്രൊട്ടസ്റ്റ് സോങ് ആണ്, ആൻഡ് അപ്പീൽ ടു മാസസ് ടു ഫൈറ്റ് ഫോർ ജസ്റ്റിസ്. ഓക്കെ, ഇതൊരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു പാട്ടാണ്. ഈ പാട്ടിൽ എന്താണ് പറയുന്നത്? അത് ഒരു കൂട്ടം ജനങ്ങളോട് എന്ത് പറയാണ്? ഫൈറ്റ് ഫോർ ജസ്റ്റിസ്, നീതിക്ക് വേണ്ടിയിട്ട് പോരാടാനായിട്ട് പറയുകയാണ്. ഇറ്റ് ഈസ് സിമ്പിൾ സോങ് സങ് അക്കംപനീഡ് ഓൺലി ബൈ എ ഗിറ്റാർ ആൻഡ് ഹാർമോണിക്ക, ബട്ട് ഇറ്റ് ഈസ് വൺ ഓഫ് ഡിലാൻസ് മോസ്റ്റ് പവർഫുൾ സോങ്. ഇതൊരു സിമ്പിൾ സോങ് ആണ് അല്ലേ? അതായത് ഹാർമോണിക്കയും അതുപോലെ തന്നെ ഗിറ്റാറും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബോബ് ഡിലാൻ ഈ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, പക്ഷേ
ഇറ്റ് ഈസ് വൺ ഓഫ് ഡിലാൻസ് മോസ്റ്റ് പവർഫുൾ സോങ്സ് അല്ലേ. ഡിലാൻസിന്റെ ബോബ് ഡിലാൻ പല പാട്ടുകളും എഴുതിയിട്ടുണ്ട്, അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ അതെന്ത് ചെയ്തിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു പവർഫുൾ സോങ് ആണ് ഇതെന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ബ്ലോ ഇൻ ദ വിൻഡ്. Through a series of rhetorical questions, Dylan raises issues such as oppression, war, and human rights violations that continue to trouble the world. എന്താ continue to trouble the world എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് അനുദിനം എന്ത് ചെയ്യാണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഡൈലാൻ റൈസസ്, അതായത് ത്രൂ എ സീരീസ് ഓഫ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ്. എത്ര റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്? 9 റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ ഡിലാൻ റൈസസ് ഇഷ്യൂസ് സച്ച് ആസ് ഒപ്രഷൻ. എന്തൊക്കെ ഇഷ്യൂസ് ആണ് ഇവിടെ പറയുന്നത്? ഒപ്രഷനെ കുറിച്ച് പറയാം, അടിച്ചമർത്തലിനെ കുറിച്ച് പറയുന്നു, വാറിനെ കുറിച്ച് പറയുന്നു, ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ്, മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് പറയുന്നു. അത് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഈ ലോകത്ത് പ്രയാസങ്ങളും ട്രബിൾസും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെയും അതുപോലെ തന്നെ യുദ്ധത്തിന്റെ അനന്തരഫലങ്ങളെയും അതുപോലെ അടിച്ചമർത്തലിനെയും കുറിച്ചൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഡിലാൻ പറയുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. The poet asks, how long must a person endure, that means bear, face injustice, and how long will he need to exist to be truly free? എന്താണ് ഇവിടെ അദ്ദേഹം പറയുന്നത്? ഓക്കെ, അതായത് അനീതിയൊക്കെ സഹിച്ചു കണ്ട് ഒരു മനുഷ്യന് എത്ര നാൾ നിലനിൽക്കാൻ സാധിക്കുമെന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. He further questions how many more wars should be fought before peace can be restored in this വേൾഡ് പ്ലാഗ്യൂഡ് ബൈ വയലൻസ്. പിന്നെ അദ്ദേഹം ചോദിക്കുന്നത് എന്താണ്, ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനായിട്ട് എത്ര യുദ്ധങ്ങൾ ഇനിയും നടക്കേണ്ടി വരുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം ലോകത്ത് സമാധാനം സ്ഥാപിക്കപ്പെടുന്നതിന് മുന്നോടിയായിട്ട് ഇനി എത്ര യുദ്ധങ്ങൾ നടക്കേണ്ടി വരുമെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ വയലൻസ്, അക്രമം ഒരു പ്ലേഗ് പോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ആകെ പടർന്ന് പിടിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. The refrain, the answer my friend is blow in the wind, suggests that answer to this question are everywhere. ഇവിടെ റിഫ്രെയിൻ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ, ബ്ലോ ഇൻ ദ വിൻഡ്. ഇതെന്താ അർത്ഥമാക്കുന്നത്? ആൻസർ നമുക്ക് ചുറ്റുമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. മൈ ഫ്രണ്ട് ഈസ് ഇൻ ബ്ലോ ഇൻ ദ വിൻഡ് സജസ്റ്റ് ദാറ്റ് ആൻസേഴ്സ് ടു ദീസ് ക്വസ്റ്റ്യൻസ് ആർ എവരിവെയർ. ബട്ട് ഇൻ ഡിലാൻസ് ഓൺ വേർഡ്സ് നോ വൺ പിക്സ് അപ്പ് ദ ആൻസർ വെൻ ഇറ്റ്സ് കംസ് ഡൗൺ. ഓക്കെ, പക്ഷെ ഡിലാന്റെ അഭിപ്രായത്തിൽ എന്താണ്, ഇവിടെ ആൻസേഴ്സ് വരുമ്പോൾ ആരും എന്ത് ചെയ്യുന്നില്ല, ആൻസേഴ്സ് അത് എടുക്കാനൊന്നും ശ്രമിക്കുന്നില്ല. ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ആൻസേഴ്സ് വി ആർ or instead of following answers we are creating questions എന്നാണ് പറഞ്ഞത്. He continues to protest against the indifference of the people who turn a blind eye to the injustice and inequality in the world. Okay, അതായത് ഇവിടെ അദ്ദേഹം ഇനി പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ആളുകളെ വ്യത്യസ്ത മനോഭാവങ്ങളെതിരെ അദ്ദേഹം പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കാരണം പല ആളുകളും എന്ത് ചെയ്യാണ്, അന്ധന്മാരാവുകയാണ്, ബ്ലൈൻഡ് ഐ ആണ്. എന്തിനു നേരം അവർ കാണിക്കുന്നത്? കാരണം പല കാഴ്ചകളും അവർ കാണുന്നുണ്ട്, പക്ഷേ എല്ലാം അവരുടെ കൺമുന്നിൽ എന്ത് ചെയ്യുന്നു, പല ഇനീക്വാലിറ്റീസ് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ അനീതികളൊക്കെ നടക്കുന്നുണ്ട്, പല ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന ആളുകളെ പ്രൊട്ടസ്റ്റ് ചെയ്യാണ് അദ്ദേഹം ചെയ്യുന്നത്. Injustice may be as firm as mountains, but it can be washed out if man stand together or united. ഇവിടെ അനീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പർവ്വതം പോലെ ഉറപ്പുള്ളതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ അനീതിയെ നമുക്ക് ഇല്ലാതാക്കാം, വാഷ് ചെയ്ത് കാണാൻ നമുക്കറിയാം. ഇഫ് മാൻ സ്റ്റാൻഡ്സ് ടുഗദർ, ആളുകൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ, അല്ലെങ്കിൽ യുണൈറ്റഡ്, ഒരുമിച്ച് കൂടുകയാണെങ്കിൽ. ദ ഒപ്രസേഴ്സ് cannot turn a deaf ear to the song of protest. ഓക്കെ, ഈ അടിച്ചമർത്തുന്ന ആളുകൾ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. ദാറ്റ് മീൻസ് പ്രൊട്ടസ്റ്റിന് വേണ്ടിയുള്ള പാട്ടുകൾ നേരെ അവരെന്താണ്, ഡെഫ് ഇയർ ആണ് എന്ത് ചെയ്യുന്നത്, കാണിച്ചു കൊടുക്കുക ഈ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ട്. കാരണം ഇവരൊന്നും എന്ത് ചെയ്യുന്നില്ല, കേൾക്കുന്നില്ല, അവർ തോന്നിയ പോലെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചേഞ്ച് ഈസ് ഇമ്മീനിയൻ്റ് ആൻഡ് ഇന്നെവിറ്റബിൾ, അതായത് ആവശ്യം അനിവാര്യമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഡിലാൻ എംപ്ലോയ്സ് ഫെമിലിയർ ആൻഡ് സിമ്പിൾ ഇമേജറി. ഇതിലെന്താണ്, നമുക്ക് പരിചിതമായിട്ടുള്ള ഇമേജറീസ് ഒക്കെയാണ് ആര് ഉപയോഗിക്കുന്നത്, നമ്മളെ ഡിലാൻ ഉപയോഗിച്ചിട്ടുള്ളത്. എ മാൻ, എ ഡവ്, ദ മൗണ്ടൻ, ദ സീ ആൻഡ് ദ കാനൻ ബാൾസ് ആർ ഇമേജ് യൂസ്ഡ് ബൈ ദ റൈറ്റർ. അല്ലെങ്കിൽ നമ്മുടെ ഡിലാൻ ഉപയോഗിച്ചിട്ടുള്ള ഇമേജറീസ് എന്തൊക്കെയാണ്, മാൻ, ഡവ്, മൗണ്ടൻ, സീ, കാനൻ ബാൾസ്, ഇതൊക്കെയാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ചിത്രങ്ങൾ. മാൻ സിംബലൈസസ് ദ പീപ്പിൾ ഹൂ ഫേസ് ഇൻജസ്റ്റിസ് ആൻഡ് ഹോപ്പ് ഫോർ ജസ്റ്റിസ്. ഇവിടെ മാൻ എന്താണ്, ഓക്കെ,
ജനങ്ങളെ പ്രതിനിധീകരിക്കുകയാണ് ഈ മാൻ അല്ലേ. ഹൂ ഫേസ് ഇൻജസ്റ്റിസ്, ഈ മാൻ എന്ത് ചെയ്തിട്ട് അനീതി നേരിടുന്നുണ്ട്, അനീതി ഫേസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹോപ്പ് ഫോർ ജസ്റ്റിസ്, ഓക്കെ, നീതിക്കായിട്ട് വിചാരിക്കുക. ദാറ്റ് മീൻസ് സിമ്പിൾ ഓഫ് ഫ്രീഡം ആണെന്ന് പറയാം അല്ലേ. ഡൗ ഈസ് ആൻ എംബ്ലം ഓഫ് പീസ് ആൻഡ് റിമൈൻസ് അസ് ദ എൻഡ്യൂറിംഗ് സ്ട്രഗിൾ ഫോർ ഹാർമണി ആൻഡ് ഈക്വാലിറ്റി. ഓക്കെ, ഡൗ എന്തിൻ്റെ ഒരു എംബ്ലമാണെന്നാ പറഞ്ഞത്? സമാധാനത്തിൻ്റെ ചിഹ്നമാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, നമ്മുടെ സമാധാനത്തിൻ്റെയും സുരക്ഷിതത്തിൻ്റെയും അതുപോലെ തന്നെ ഈക്വാലിറ്റിൻ്റെയും ഐക്യത്തിൻ്റെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിച്ച് തരികയാണ് നമ്മളെ ഡൗ ചെയ്യുന്നത്. ദ മൗണ്ടെയിൻ സ്ട്രോങ് ആൻഡ് ഫോർട്ടിഫൈഡ് ഈസ് എ സിമ്പിൾ ഓഫ് ദ റിജിഡിറ്റി ഓഫ് ഹ്യൂമൻ നേച്ചർ. മനുഷ്യൻ്റെ ചില ആളുകളുടെ നേച്ചർ ഉണ്ടാവില്ല, അതിൻ്റെ സ്ട്രോങ്നെസ്സിനാണ് എന്ത് കാണിക്കുന്നത്, മൗണ്ടെയിൻ കാണിക്കുന്നത്. ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈഗോ എന്നൊക്കെ എന്ത് ചെയ്യാം നമുക്ക് പറയാം. അതുപോലെ തന്നെ അനീതി എന്നൊക്കെ എന്ത് ചെയ്യാം, മൗണ്ടെയിനെ പറയാം. ത്രൂ എ സിമ്പിൾ മെലഡി Dylan presents us with the problems of our society and forces us to think how these problems go unnoticed. ഓക്കെ, ഈ സിമ്പിൾ മെലഡി പാട്ടിലൂടെ നമ്മളെ ഡിലാൻ എന്താണ് ഇവിടെ അവതരിപ്പിക്കുന്നത് എന്നാണ് പറഞ്ഞത്? വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് അവർ സൊസൈറ്റി, നമ്മുടെ സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നു, അവതരിപ്പിക്കുന്നു. ആൻഡ് ഫോഴ്സസ് അസ് ടു തിങ്ക് ഹൗ ദീസ് പ്രോബ്ലംസ് ഗോ അൺനോട്ടീസ്ഡ്. എന്നിട്ട് എന്താ, നമ്മളെ ചിന്തിപ്പിക്കുകയാണ് അല്ലേ. എന്താണ്, ഹൗ ദീസ് പ്രോബ്ലംസ് ഗോ അൺനോട്ടീസ്. ഇത്തരം പ്രശ്നങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, ആരും എന്ത് ചെയ്യുന്നില്ല പരിഗണിക്കുന്നു, നോക്കുന്നും കൂടി ഇല്ല എന്നൊക്കെ നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞു തരാണ്. അപ്പം മക്കളെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മൾ നോട്ട്സിലൂടെ എന്ത് ചെയ്യുന്നതാണ്, തരുന്നതാണ്. അപ്പോൾ എല്ലാവരും, ഇപ്പം നമ്മൾ മുൻപത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് അതും ഇതും കൂടി കമ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ആശയവും മറ്റുമൊക്കെ എന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കാൻ. അപ്പോൾ മക്കളെ, ഇന്നത്തെ നമ്മളെ ഈ ക്ലാസ് നമ്മളിവിടെ എന്ത് ചെയ്യാണ്, നിർത്തുകയാണ്. സോ ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് മൈ ദിസ് സെഷൻ. വി വിൽ മീറ്റ് ഇൻ അവർ നെക്സ്റ്റ് സെഷൻ. താങ്ക് യു.